ശബരിമലയിലെ അതിപ്രധാനമായ സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായി മാസങ്ങളോളം അഴിക്കുള്ളിൽ കഴിഞ്ഞ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിൽ നിന്ന് മോചിതനായതിന് പിന്നാലെ കേസ് അന്വേഷണം പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ്. നീണ്ട 140 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങിയ പോറ്റി കോടതി നിർദ്ദേശിച്ച കർശനമായ ജാമ്യ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുകയാണ്. വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയെയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം. ശബരിമലയിലെ ശ്രീകോവിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ദ്വാരപാലക പാളിക്കേസിലും കട്ടിളപ്പാളി കേസിലും പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസിന് കഴിയാതിരുന്നതിനെ തുടർന്നാണ് സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. ഈ കേസിൽ നേരത്തെ അറസ്റ്റിലായ മുരാരി ബാബു, ശ്രീകുമാർ, സുധീഷ് എന്നിവർക്ക് ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് മുഖ്യപ്രതിയും പുറത്തിറങ്ങുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ജനുവരി 21-ന് ദ്വാരപാലക പാളി കേസിൽ ജാമ്യം ലഭിച്ചെങ്കിലും കട്ടിളപ്പാളി കേസിൽ കൂടി ജാമ്യം ലഭിച്ചതോടെയാണ് ജയിൽ മോചനം സാധ്യമായത്. സാക്ഷികളെ സ്വാധീനിക്കാനോ തെളിവുകൾ നശിപ്പിക്കാനോ ശ്രമിക്കരുത് എന്ന കടുത്ത താക്കീതോടെയാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കേസിലെ മറ്റ് പ്രധാന പ്രതികളായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസു, CPM നേതാവ് പത്മകുമാർ എന്നിവരുടെ അറസ്റ്റ് നടന്നതിന് 90 ദിവസങ്ങൾ പൂർത്തിയാകാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പോറ്റിക്ക് ജാമ്യം ലഭിച്ചത് ഇവർക്കും വഴി തുറക്കാനാണ് സാധ്യത. ഫെബ്രുവരി 11, 20 തീയതികളിലായി ഇവരുടെ റിമാൻഡ് കാലാവധിയും കുറ്റപത്രം സമർപ്പിക്കാനുള്ള സമയപരിധിയും അവസാനിക്കും. പോലീസിന് കുറ്റപത്രം സമർപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇവർക്കും സ്വാഭാവിക ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. അതേസമയം കേസിൽ ഉൾപ്പെട്ട തന്ത്രിയുടെ ജാമ്യ ഹർജിയിൽ പോലീസ് അതീവ ജാഗ്രതയിലാണ്. തന്ത്രിക്ക് ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നും നിർണായക തെളിവുകൾ ഇനിയും കണ്ടെത്താനുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കും. വരും ദിവസം തിങ്കളാഴ്ചയാണ് ഈ ഹർജിയിൽ കോടതി വിശദമായ വാദം കേൾക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജയിൽ മോചനത്തോടെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ചില വമ്പൻ സ്രാവുകളുടെ പങ്ക് വെളിപ്പെടുമോ എന്നതാണ്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, അടൂർ പ്രകാശ് തുടങ്ങിയ പ്രമുഖ നേതാക്കൾക്ക് പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടെന്ന ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ തെളിവുകളും ഫോൺ രേഖകളും പരിശോധിച്ച പ്രത്യേക അന്വേഷണ സംഘം ഇവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരുകയാണ്. ജയിലിന് പുറത്തെത്തിയ സാഹചര്യത്തിൽ തനിക്കെതിരെയുള്ള ആരോപണങ്ങളിലും ഉന്നത ബന്ധങ്ങളിലും പോറ്റി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് നിർണായകമാണ്. അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകുന്ന മൊഴികൾ രാഷ്ട്രീയമായി വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുള്ളവയാണ്. ശബരിമലയിലെ പവിത്രമായ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മറവിൽ നടന്ന ഈ സ്വർണ്ണക്കൊള്ളയിൽ ഉന്നത രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഗൂഢാലോചന ഉണ്ടെന്ന സംശയം ഇതോടെ ബലപ്പെടുകയാണ്. പോലീസിന്റെയും വിജിലൻസിന്റെയും അന്വേഷണത്തിന് പുറമെ ED ഈ കേസിൽ പിടിമുറുക്കിയിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടന്ന കേസുകളുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചാണ് ED പ്രധാനമായും അന്വേഷിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉടമസ്ഥതയിലുള്ള 1,30,00,000 രൂപയുടെ സ്വത്തുവകകൾ നേരത്തെ തന്നെ ED കണ്ടുകെട്ടിയിരുന്നു. കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച പണം എവിടെയൊക്കെ നിക്ഷേപിച്ചു എന്നും ആർക്കൊക്കെ വീതം വെച്ചു നൽകിയെന്നും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അവർ. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടൻ പോറ്റിയെ ചോദ്യം ചെയ്യാനുള്ള നടപടികൾ ED ആരംഭിച്ചു കഴിഞ്ഞു. വിദേശ നിക്ഷേപങ്ങളും ബിനാമി ഇടപാടുകളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനായി ED പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. കേവലം ഒരു അഴിമതി എന്നതിലുപരി വലിയൊരു ഹവാല ഇടപാട് ഇതിന് പിന്നിലുണ്ടോ എന്നും പരിശോധിക്കപ്പെടുന്നുണ്ട്. ഭക്തലക്ഷങ്ങൾ പുണ്യമായി കരുതുന്ന ശബരിമലയിലെ ശ്രീകോവിൽ കട്ടിളയിലും ദ്വാരപാലക രൂപങ്ങളിലും സ്വർണത്തിന് പകരം വ്യാജലോഹങ്ങൾ ഉപയോഗിച്ചും സ്വർണത്തിന്റെ അളവിൽ ക്രമക്കേട് നടത്തിയുമാണ് ഈ കൊള്ള നടന്നതെന്നാണ് ആക്ഷേപം. ഇതിന്റെ സാങ്കേതിക പരിശോധനകളും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടുകളും കോടതിയുടെ പരിഗണനയിലുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് ഇത്രയും വലിയൊരു തട്ടിപ്പ് നടത്താൻ കഴിയില്ലെന്നും ഭരണതലത്തിലുള്ള വലിയൊരു വിഭാഗത്തിന്റെ പിന്തുണ ഇതിന് പിന്നിലുണ്ടെന്നും പ്രതിപക്ഷം തുടർച്ചയായി ആരോപിക്കുന്നുണ്ട്. കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നത് പ്രതികളെ രക്ഷിക്കാനുള്ള സർക്കാർ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് ഇവരുടെ പക്ഷം. എന്നാൽ തെളിവുകൾ ശേഖരിക്കുന്നതിലെ സങ്കീർണതയാണ് കാലതാമസത്തിന് കാരണമെന്നാണ് ഔദ്യോഗിക വിശദീകരണം. ഇനിയുള്ള ദിവസങ്ങളിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമ്പോൾ പോറ്റി നൽകുന്ന വിവരങ്ങൾ കേസിലെ വഴിത്തിരിവാകും. സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ച ജാമ്യം റദ്ദാക്കാനുള്ള ആക്ഷേപവുമായി കോടതിയെ സമീപിക്കാൻ അന്വേഷണ സംഘം തയ്യാറെടുത്തിരിക്കുകയാണ്. ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ള കേസ് വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിലും നിയമ പോരാട്ടങ്ങളിലും വലിയ തരംഗങ്ങൾ സൃഷ്ടിക്കുമെന്നത് ഉറപ്പാണ്.